ഹലോ, നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് വ്യാപാരത്തിൻ്റെ സ്വഭാവവും വ്യാപ്തിയും എന്നാണ്. അഥവാ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്നത് എന്താണ് വ്യാപാരം അഥവാ വാട്ട് ഈസ് ബിസിനസ് എന്നാണ്. ഓക്കെ, ലാഭം നേടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സാധനങ്ങളോ സേവനങ്ങളോ തുടർച്ചയായ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് വ്യാപാരം. ഓക്കെ, അപ്പോൾ ബിസിനസ് എന്ന് വെച്ചാൽ നമ്മൾ ലാഭം നേടുക എന്ന ലക്ഷ്യം വെച്ചിട്ട് സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ അവ തുടർച്ചയായ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ വാങ്ങിക്കുക. ആ ഒരു സാമ്പത്തിക പ്രവർത്തനത്തെ നമുക്ക് എന്ത് പറയാം? വ്യാപാരം എന്ന് പറയാം. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ നമ്മൾ മറ്റൊരാൾക്ക് ലാഭത്തിന് വേണ്ടിയിട്ട് വിൽക്കുക. ഓക്കെ, അതിന് നമുക്ക് വ്യാപാരം അഥവാ ബിസിനസ് എന്ന് പറയാം. അടുത്തതായിട്ട് എന്തൊക്കെയാണ് ഈ ഒരു വ്യാപാരത്തിൻ്റെ സവിശേഷതകൾ എന്ന് നോക്കാം. ഓക്കെ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്? ഒന്നാമത്തെ സവിശേഷത ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ സവിശേഷത സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പനയും കൈമാറ്റവും. ഓക്കെ, അടുത്തത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും തുടർച്ചയായ കൈമാറ്റം. അടുത്തത് ലാഭമാണ് ലക്ഷ്യം. അവസാനത്തെ ഫീച്ചറായിട്ട് വരുന്നത് നഷ്ടസാധ്യത. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു വ്യാപാരത്തിൻ്റെ സവിശേഷതകളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് വ്യാപാരം, അതുപോലെ തന്നെ വ്യാപാരത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു. അടുത്തതായിട്ട് പറയാനുള്ളത് എക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താണെന്നാണ്. ഓക്കെ, പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തെയും നമുക്ക് സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയാം. അതായത് ഒരു വ്യക്തി ഒരു ജോലിക്ക് പോവുക, അവിടെ എന്തിനാ അവർ ജോലിക്ക് പോകുന്നത്? പണം നേടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതെന്താണ്? സാമ്പത്തിക പ്രവർത്തനമാണ്. അപ്പോൾ എന്തായിരിക്കും സാമ്പത്തികേതര പ്രവർത്തനം അല്ലെങ്കിൽ നോൺ എക്കണോമിക് ആക്ടിവിറ്റി? അതായത് പണം സമ്പാദന ലക്ഷ്യം വെക്കാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് സാമ്പത്തികേതര പ്രവർത്തനം എന്ന് പറയാം. മനസ്സിൻ്റെ സംതൃപ്തിക്കായിട്ട് ചെയ്യുന്ന പ്രവർത്തനം. ഇവിടെ എന്താ? നമ്മൾ പണത്തിനല്ല പ്രാധാന്യം നൽകുന്നത്, പണം കിട്ടാൻ വേണ്ടിയിട്ടല്ല, നമുക്കൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം പ്രവർത്തനത്തെ സാമ്പത്തികേതര പ്രവർത്തനം അഥവാ നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. നമ്മൾ എന്താണ്? ഒരു പൂന്തോട്ടം നിർമ്മിക്കുക, അല്ലെങ്കിൽ എന്താണ് ടെലിവിഷൻ കാണുക, അതൊക്കെ എന്താണ്? സാമ്പത്തികേതര പ്രവർത്തനമാണ്. ഓക്കെ, അപ്പോൾ സാമ്പത്തിക പ്രവർത്തനവും സാമ്പത്തികേതര പ്രവർത്തനവും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ശമ്പളം അല്ലെങ്കിൽ കൂലി ലഭിക്കുന്നതിനായി ജോലിക്കാർ ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഓഫീസിൽ ജോലിക്ക് പോവുക. പിന്നെ കാർഷിക വിളവ് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് കൃഷിക്കാരൻ എന്താണ്? കൃഷി ചെയ്യുന്നത്. അതൊക്കെ എന്താണ്? സാമ്പത്തിക പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. സാമ്പത്തികേതര പ്രവർത്തനത്തിന് ഉദാഹരണം വരുന്നത് റേഡിയോ ശ്രവിക്കുന്നത്, പൂന്തോട്ടം പരിപാലിക്കുന്നത്, ടെലിവിഷൻ കാണുന്നത്, അതൊക്കെ എന്താണ്? സാമ്പത്തികേതര പ്രവർത്തനമാണ്. ഇനി അടുത്തതായിട്ട് മറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. വാട്ട് ഈസ് ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ ജോലി എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ജോലി. എന്താണ് ഈ ജോലി? ഒരു വ്യക്തി ഒരു പ്രത്യേക സാമ്പത്തിക പ്രവർത്തനത്തിൽ പതിവായി ഏർപ്പെട്ടിരിക്കുമ്പോൾ അത് അയാളുടെ ജോലി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ജോലി അല്ലെങ്കിൽ ഓക്യുപ്പേഷൻ 3 തരത്തിലാണുള്ളത്. ഒന്നാമത്തത് വിദഗ്ധ തൊഴിൽ അഥവാ പ്രൊഫഷൻ, രണ്ടാമത്തത് ഉദ്യോഗം അഥവാ എംപ്ലോയ്മെന്റ്, മൂന്നാമത്തത് വ്യാപാരം അഥവാ ബിസിനസ്. ഓക്കെ, ഈ ഒരു 3 തരത്തിലാണ് ജോലി അഥവാ ഓക്യുപ്പേഷൻ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പ്രൊഫഷൻ അല്ലെങ്കിൽ വിദഗ്ധ തൊഴിൽ എന്ന് വെച്ചാൽ എന്താ നോക്കാം. ഒരു പ്രത്യേക തൊഴിൽ മേഖലയിൽ വിദഗ്ധ പരിശീലനവും അറിവും പ്രാഗൽഭ്യവുമുള്ള വ്യക്തികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് വിദഗ്ധ തൊഴിൽ എന്ന് പറയുന്നത്. ഇതിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലത്തെ ഫീസ് എന്ന് പറയുന്നു. അതായത് ഒരു പ്രത്യേക മേഖലയിൽ നല്ല അറിവും പരിശീലനവും ഉള്ള വ്യക്തികൾ ചെയ്യുന്ന ആ ഒരു ജോലിയെയാണ് നമ്മൾ വിദഗ്ധ തൊഴിൽ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഒരു ഉദാഹരണം പറയാന്ന് വെച്ചാൽ ഡോക്ടർമാർ എന്താണ്? ആ ഒരു ജോലി ചെയ്യാനായിട്ട് അവർക്ക് എന്താണ്? പ്രത്യേക അറിവും പരിശീലനവും ഉണ്ട്. അതുപോലെ തന്നെ അധ്യാപകർ
അല്ലെങ്കിൽ എന്താണ് അഡ്വക്കേറ്റ്, എഞ്ചിനീയർമാർ. അപ്പൊ അവരൊക്കെ ചെയ്യുന്ന ജോലികളെ നമുക്ക് വിദഗ്ധ തൊഴിൽ അല്ലെങ്കിൽ പ്രൊഫഷൻ എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തത് ഉദ്യോഗമാണ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ്. അതെന്താ നോക്കാം. ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ കീഴിൽ ശമ്പളാടിസ്ഥാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തനമാണ് ഉദ്യോഗം. ഉദ്യോഗം ചെയ്തു ലഭിക്കുന്ന പണത്തെ ശമ്പളം അല്ലെങ്കിൽ കൂലി എന്ന് പറയാം. അതായത് ഒരു വ്യക്തിയുടെ കീഴിലോ അല്ലെങ്കിൽ എന്താണ് ആ വ്യക്തി നടത്തുന്ന സ്ഥാപനത്തിലോ എന്ത് ചെയ്യുക, ജോലി ചെയ്യുക, അതിനെ നമുക്ക് ഉദ്യോഗം അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എന്ന് പറയാം. അതായത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് മുകളിലായിട്ട് ഒരു ഓണർ ഉണ്ടായിരിക്കും, അവരുടെ കീഴിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പണത്തെ നമുക്ക് സാലറി അല്ലെങ്കിൽ വേജസ്, ശമ്പളം, കൂലി എന്നൊക്കെ പറയാം. ഓക്കെ, അടുത്തത് മൂന്നാമത്തത് ബിസിനസ് ആണ് അല്ലെങ്കിൽ വ്യാപാരം. ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടെ ഒരു വ്യക്തി ഏർപ്പെട്ടിരിക്കുന്ന ഏതൊരു പ്രവർത്തനത്തെയും വ്യാപാരം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ലഭിക്കുന്ന പണത്തെ നമ്മൾ പറയാ ലാഭം എന്നാണ്. ഓക്കെ, ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തെ നമുക്ക് ലാഭം എന്ന് പറയാം. അപ്പൊ ഈ 3 തരം ജോലികളാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ആണ് അല്ലെങ്കിൽ വ്യാപാരത്തിന്റെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ് ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ എന്ന് നോക്കാം. ലക്ഷ്യങ്ങൾ പ്രധാനമായിട്ട് 5 തരത്തിലുണ്ട്. 1 സാമ്പത്തിക ലക്ഷ്യങ്ങൾ, 2 മാനുഷിക ലക്ഷ്യങ്ങൾ, 3 ആഗോള ലക്ഷ്യങ്ങൾ, 4 സാമൂഹിക ലക്ഷ്യങ്ങൾ, 5 ദേശീയ ലക്ഷ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ബിസിനസിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ലാഭം നേടൽ, ഉപഭോക്താക്കളെ സൃഷ്ടിക്കൽ, വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം. ഇത് 3 സാമ്പത്തിക ലക്ഷ്യങ്ങൾ. രണ്ടാമത്തത് മാനുഷിക ലക്ഷ്യങ്ങളാണ്. മാനുഷിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തൊഴിലാളികളുടെ സാമ്പത്തിക ക്ഷേമവും അതുപോലെ തന്നെ മനുഷ്യ വിഭവങ്ങളുടെ വികസനവുമാണ്. മൂന്നാമത്തത് ആഗോള ലക്ഷ്യങ്ങളാണ്. ആഗോള ലക്ഷ്യങ്ങൾ 1 ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, രണ്ടാമത്തത് രാജ്യങ്ങൾ തമ്മിലുള്ള അന്തരം കുറയ്ക്കുക. നാലാമത്തത് സാമൂഹിക ലക്ഷ്യങ്ങളാണ്. സാമൂഹിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ മേന്മയുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക, സത്യസന്ധമായ വ്യാപാര രീതികൾ പിന്തുടരുക, സമൂഹത്തിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക. ഏറ്റവും അവസാനത്തത് ദേശീയ ലക്ഷ്യങ്ങളാണ്. ദേശീയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ദേശീയ പ്രാധാന്യം അനുസരിച്ചിട്ടുള്ള ഉൽപാദനം നടത്തുക, രാജ്യത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക. ഇത്രയുമാണ് വ്യാപാരത്തിന്റെ വിവിധ ലക്ഷ്യങ്ങൾ വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് പൊല്യൂഷനെ പറ്റിയിട്ടാണ്. വാട്ട് ഈസ് പൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് പരിസ്ഥിതി മലിനീകരണം? അതായത് ജീവനുള്ളവയിലും ജീവനില്ലാത്തവയിലും പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ധാരാളം പദാർത്ഥങ്ങളെ കൊണ്ട് പരിസ്ഥിതി കളങ്കപ്പെടുത്തുന്ന അവസ്ഥയെയാണ് പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതി എന്താവുക, മലിനമാകുക. അതിന് പരിസ്ഥിതി മലിനീകരണം എന്ന് പറയാം. ഇത് പ്രധാനമായിട്ട് 3 തരത്തിലുണ്ട്. 1 വായു മലിനീകരണമാണ്, രണ്ടാമത്തത് ജലമലിനീകരണമാണ്, മൂന്നാമത്തത് മണ്ണ് മലിനീകരണം. ഓക്കെ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ വായു മലിനീകരണമാണ്. വായു മലിനീകരണം എന്ന് വെച്ചാൽ മനുഷ്യനും പ്രകൃതിക്കും തകരാറുണ്ടാക്കുന്ന വിധത്തിലുള്ള അനാവശ്യമായിട്ടുള്ള വാതകങ്ങളും മറ്റു പൊടിപടലങ്ങളും വായുവിൽ വന്നു ചേരുന്ന അവസ്ഥയാണ്. ഓക്കെ, രണ്ടാമത്തേത് ജലമലിനീകരണമാണ്. ജലമലിനീകരണം എന്ന് വെച്ചാൽ അനാവശ്യവും ദോഷകരവുമായ സാധനങ്ങൾ ജലത്തിൽ വന്നു ചേരുന്നതിനെയാണ് നമ്മൾ ജലമലിനീകരണം എന്ന് പറയുന്നത്. ഇത് കാരണം ജലം എന്താണ്, ജലം കളങ്കമാകുന്നു. ഏറ്റവും അവസാനത്തത് മണ്ണ് മലിനീകരണമാണ്. മണ്ണ് മലിനീകരണത്തെ നമുക്ക് ലാൻഡ് പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാം. മണ്ണ് മലിനീകരണം എന്ന് വെച്ചാൽ നാം ഉപയോഗിക്കുന്ന മണ്ണിന്റെ ഗുണമേന്മ നശിപ്പിക്കുന്ന വിധത്തിലുള്ള പദാർത്ഥങ്ങൾ മണ്ണിൽ വന്നു ചേരുക. ഓക്കെ, ഇതാണ് 3 തരത്തിലുള്ള മലിനീകരണങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ എന്തിനാണ് ബിസിനസ് സ്റ്റഡീസിൽ ഈ ഒരു മലിനീകരണത്തിനെ പറ്റി പഠിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും ഈ ഒരു മലിനീകരണം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഫാക്ടറികളിൽ നിന്നൊക്കെ വരുന്ന പുക, ആ പുക കാരണം എന്താണ്, നമ്മുടെ അന്തരീക്ഷം മലിനമാകാം. അതുപോലെ തന്നെ ചിലപ്പം അവിടെ നിന്നുള്ള വേസ്റ്റ് ജലാശയങ്ങളിലേക്ക് തള്ളിവിടുന്നുണ്ടാകാം. അത് കാരണം എന്താണ്, ജലാശയം മലിനമാകുന്നുണ്ടാകാം. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള മലിനീകരണങ്ങൾ ഉണ്ടാക്കാതെ എന്ത് ചെയ്യണം, ബിസിനസ് ചെയ്യണം. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ മലിനീകരണത്തിനെ പറ്റിയിട്ടും കൂടി ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആണ്, അല്ലെങ്കിൽ ബിസിനസിന്റെ ഉത്തരവാദിത്തങ്ങൾ. എന്തൊക്കെയാണ് ഈ ഒരു വ്യാപാരത്തിന്റെ ഉത്തരവാദിത്തമായിട്ട് വരുന്നത്?
വ്യാപാരത്തിന് അനേകം വ്യക്തികളോട് ഉത്തരവാദിത്തം ഉണ്ട്. അപ്പൊ ആരൊക്കെയാണ് ആ വ്യക്തികൾ എന്ന് വെച്ചാൽ, ഒന്നാമത്തത് നിക്ഷേപകരോട് ഉത്തരവാദിത്തമുണ്ട്. രണ്ടാമത് കടം വാങ്ങിച്ചവരോട് ഉത്തരവാദിത്തമുണ്ട്. മൂന്നാമത്തത് തൊഴിലാളികളോട് ഉത്തരവാദിത്തമുണ്ട്. നാലാമത്തത് ഉപഭോക്താക്കളോട് ഉത്തരവാദിത്തമുണ്ട്. അഞ്ചാമത്തത് സമൂഹത്തിനോട് ഉത്തരവാദിത്തമുണ്ട്. ആറാമത്തത് സർക്കാരിനോട് ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ ഈ ഒരു 6 പേരോട് ഈ ഒരു വ്യാപാരത്തിന് ഉത്തരവാദിത്തം ഉണ്ട്. അത് ഓരോന്നും എന്തൊക്കെയാന്ന് നോക്കാം. നിക്ഷേപകരോടുള്ള ഉത്തരവാദിത്തം എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്നാമത്തത് കാര്യക്ഷമമായ രീതിയിൽ വ്യാപാരം നടത്തണം. രണ്ടാമത്തത് നിക്ഷേപത്തിന് സുരക്ഷിതത്വം നൽകണം. മൂന്നാമത്തത് നിക്ഷേപത്തിന് സ്ഥിരമായ പലിശ നൽകണം. ഓക്കെ. അടുത്തത് കടം വാങ്ങിച്ചവരോട് ഉത്തരവാദിത്തമാണ്. അതെന്തൊക്കെയാന്ന് വെച്ചാൽ, കൊടുക്കാനുള്ള തുക കൃത്യമായിട്ട് കൊടുക്കണം. രണ്ടാമത്തത് കടം വാങ്ങിയ തുകയ്ക്ക് സുരക്ഷിതത്വം നൽകണം. അടുത്തത് തൊഴിലാളികളോടുള്ള ഉത്തരവാദിത്തമാണ്. അതെന്തൊക്കെയാന്ന് വെച്ചാൽ, കൃത്യമായി ശമ്പളം നൽകുക, ജോലിക്ക് സുരക്ഷിതത്വം നൽകുക, ജോലിക്കയറ്റം നൽകുക, താമസ സൗകര്യം, ഗതാഗത സൗകര്യം എന്നിവ നൽകുക. ഇതൊക്കെയാണ് തൊഴിലാളികളോട് ഉത്തരവാദിത്തമുള്ളത്. ഓക്കെ. അടുത്തത് ഉപഭോക്താക്കളോടുള്ള ഉത്തരവാദിത്തമാണ്. സാധനങ്ങളും സേവനങ്ങളും നൽകുക. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില ന്യായമുള്ളതായിരിക്കണം. വിൽപ്പനാനന്തര സേവനങ്ങൾ നൽകുക. ഉപഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുക. മായം ചേർക്കൽ, തൂക്കം കുറവ് എന്നിവ ഒഴിവാക്കുക. ഇത്രയൊക്കെയാണ് ഉപഭോക്താക്കളോടുള്ള ഉത്തരവാദിത്തം. ഓക്കെ. അടുത്തത് സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ്. അതെന്തൊക്കെയാന്ന് വെച്ചാൽ, സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക, തൊഴിൽ സാധ്യതകൾ നടപ്പിലാക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക. ഇത്രയും സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തമാണ്. ഏറ്റവും അവസാനത്തത് സർക്കാരിനോടുള്ള ഉത്തരവാദിത്തമാണ്. സർക്കാരിനോടുള്ള ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചാൽ, സർക്കാർ നിയമങ്ങൾ പാലിക്കുക, നികുതി കൃത്യമായി അടക്കുക, അഴിമതി പോലെയുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കുക. ഇത്രയൊക്കെയാണ് ഒരു വ്യാപാരത്തിന് വിവിധ വ്യക്തികളോടുള്ള ഉത്തരവാദിത്തങ്ങൾ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വ്യാപാരം എന്താണ്, വ്യാപാരത്തിൻ്റെ സവിശേഷതകൾ എന്താണ്, സാമ്പത്തിക പ്രവർത്തനം എന്താണ്, സാമ്പത്തികേതര പ്രവർത്തനം എന്താണ്, അതുപോലെ തന്നെ ജോലി എന്ന് വെച്ചാൽ എന്താണ്, വിവിധതരം ജോലികൾ ഏതൊക്കെയാണ്, പിന്നെ എന്താണ് മലിനീകരണം, വ്യാപാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, വ്യാപാരത്തിന് ആരോടൊക്കെ ഉത്തരവാദിത്തം ഉണ്ട്, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത്. ഓക്കെ.